മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റീവ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്നുണ്ടല്ലോ എന്റെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ കുറെ പിക്ചേഴ്സ് ഇങ്ങനെ നോക്കുന്നതിനിടയിലാണ് എന്റെ പഴയ കുറെ പിക്ചേഴ്സ് കണ്ടിട്ടോ. അപ്പൊ അതിലിങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എന്റെ ആ ഒരു സമയത്ത് ടീനേജ് സമയത്തൊക്കെ ഞാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തെന്ന് മനസ്സിലായത്. അപ്പൊ എന്റെ സ്കിന്നിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പിമ്പിൾസ് ഞാൻ കാണിക്കാട്ടോ, കുറെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ നമ്മുടെ കോൺഫിഡൻസ് ലെവലില്ലേ, എല്ലാവരുടെയും കാര്യം എനിക്കറിയാം. കുറെ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. കോൺഫിഡൻസ് ലെവൽ നമുക്ക് താഴോട്ട് പോകുമ്പോൾ അതുപോലെ ഒരു ഫോട്ടോസ് എടുക്കാനും ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്ക് മടിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്നെ പോലെ തന്നെ ഒരുപാട് ഈ ഒരു ടീനേജേഴ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രശ്നം മൂലം സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിന്ന് റിക്കവർ ആയെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ എങ്ങനെ കിട്ടി എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്നറിയാവോ, നമ്മൾ രാവിലെ എഴുന്നേക്കത്തില്ലേ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിരാവിലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിലോട്ട് അരമുറി നാരങ്ങയില്ലേ, നമ്മളുടെ നാരങ്ങ അരമുറി എടുത്ത് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഹണിയും കൂടെ ചേർത്തിട്ട് വെറും വയറ്റിൽ അത് ഞാൻ ഡ്രിങ്ക് ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസൈഡ് ഔട്ട് നമുക്ക് ഡിറ്റോക്സിഫൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ഒരു ഹെൽത്തി ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിൽ അത് റിഫ്ലക്ട് ചെയ്യാനായിട്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ 2-3 മന്ത്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഒരു നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നതിന് ശേഷം നമ്മളത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. പക്ഷെ ഇന്നും എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്ക് കൊണ്ടാണ്. ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ഡിഗേവേ ഉണ്ട്. അതായത് സ്കിന്നിലെ ഇതുപോലത്തെ പിമ്പിൾസ് ഒക്കെ വന്നാലോ അല്ലെങ്കിൽ സ്കിന്നിൽ ഇങ്ങനെ പിമ്പിൾസ് കൊണ്ടുള്ള പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്യുന്ന എന്റെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ഡിഗേവേ എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ നമുക്ക് വേണ്ടത് ആൾസ് ഗുഡ്നസിന്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആണ്. അപ്പൊ ആദ്യം ഒരു 2-3 ഡ്രോപ്സ് മതിയാവും കേട്ടോ. അപ്പം പിമ്പിൾസ് കൂടുതലുണ്ടെങ്കിൽ ഒരു 3 ഡ്രോപ്സ് തന്നെ മാക്സിമം മതി. കുറവാണെന്നുണ്ടെങ്കിൽ 1-2 തുള്ളികൾ മാത്രം മതി. ഇതിലേക്ക് ആൽപ്സിന്റെ തന്നെ അലോവേര ഞാൻ ചേർക്കുകയാണ്. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഒരു അല്പം എടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പിമ്പിളുള്ള ഭാഗം ഏതാണോ അവിടെ തേച്ചിട്ട് നൈറ്റ് കിടന്നുറങ്ങുക. വാങ്ങിക്കാനുള്ള ആൾസ് ഗുഡ്നസിന്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് വീട്ടിൽ ഇത് വെക്കുക കേട്ടോ. നമ്മൾ എടുത്തിട്ടല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈയൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുക. അങ്ങനെ കുറേ ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഒരു ദിവസം 2 ദിവസം അങ്ങനെയൊന്നുമല്ല, കുറച്ച് നാൾ അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പിമ്പിൾസ് വന്ന പാടുകൾ പോലും മറിഞ്ഞു പോകുന്ന രീതിയിലാവും. അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ട്രാൻസ്ഫോം ആവും. തൊട്ട് കഴിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പം കെയില്, സ്വീറ്റ് പൊട്ടാറ്റോസ് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്വീറ്റ് പൊട്ടാറ്റോ. അതുപോലെ തന്നെ ബെറീസ് ഡെയിലി അല്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഞാൻ എൻ്റെ നമ്മുടെ ഫുഡിൽ ഹാബിറ്റിൽ ഉൾപ്പെടുത്താൻ തുടങ്ങും. കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് ഫുഡുണ്ട്. അതൊക്കെ എന്തൊക്കെയാന്ന് നോക്കാവേ. എന്ന് വെച്ചാൽ റിഫൈൻഡ് ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പാക്കേജ്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് അല്ലേ, അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉള്ളത്. പിന്നെ ഡയറി പ്രൊഡക്ട്സ്, എനിക്ക് പറ്റാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ എന്താണോ പറ്റാത്തത് അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സ്കിന്ന് ഗ്ലോയിങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുൾ പ്രശ്നങ്ങളും മാറും. സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പെൻസീവ് പ്രൊഡക്ട്സും ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വേണമെന്നൊക്കെ പറയുന്നത് വെറുതെ ആട്ടോ. ഈ ഒരു നമ്മളുടെ ആൾസ് ഗുഡ്നസിന്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഹെയറിനും സ്കിന്നിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഇതെന്റെ സ്കിന്നിൽ വണ്ടേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. തീരുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് ആൾസ് ഗുഡ്നസിന്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ. ബിലീവ് മീ ഗൈസ്, ബിലീവ് മീ, അത്രയ്ക്ക് നിങ്ങളുടെ സ്കിന്നിലും ഇത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് നിങ്ങളുടെ സ്കിന്ന് സൂത്ത് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും സ്കിന്ന് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു മാജിക് റെമഡിയാണ്. അപ്പം നമ്മളുടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ആ ഒരു സ്കിന്നിൽ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് എന്നെ അറിയിക്കാനും മറക്കരുത്. അത്രയ്ക്ക് എനിക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നവര് വാട്സപ്പിലാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെയാണെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.